ഹലോ നമസ്കാരം. ഇന്നൊരു ശനിയാഴ്ചയായിട്ട് രാവിലെ ഒരു 9:30-ക്ക് കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിറങ്ങി ഞാനൊരു യാത്രയ്ക്ക് പോവുകയാണ്. യാത്ര എന്ന് പറയുമ്പം വളരെ ചെറിയൊരു യാത്രയാണ്. റെഡിങ്ങിനടുത്തുള്ള വോക്കിംഗ്ഹാം എന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വന്നു. ബസ് കാത്തു നിന്നപ്പോഴത്തേക്കും തന്നെ ബസ് എത്തി. ദേ ഈ കാണുന്ന ഈ വീടുകളുണ്ടോ? ഇവിടെ പലതരത്തിൽ വീടുണ്ട്. ഡിറ്റാച്ച്ഡ്, സെമി ഡിറ്റാച്ച്ഡ്, ടെറസ്ഡ്, എൻ ടെറസ്ഡ്. ഈ കാണുന്നതാണ് ഞാൻ താമസിക്കുന്ന വീട്. ഈ തരത്തിലാണ് ഈ ഭാഗങ്ങളിലൊക്കെ വീടുള്ളത്. അങ്ങനെ ബസ് കയറി റെഡിങ് സെൻട്രലിൽ വന്നു. എന്നെ ഇറക്കി ബസ് പോയി. അടുത്ത ബസ് പിടിക്കാനുള്ള സ്റ്റോപ്പിൽ ബസ്സിൻ്റെ സമയവും നോക്കി ഞാൻ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി നിന്നപ്പോഴത്തേക്കും എനിക്ക് പോകാനുള്ള ബസ്സെത്തി. ഇതാണ് ഞാൻ വോക്കിംഗ്ഹാമിലേക്ക് പോകുന്ന ബസ്. ബസ് പാർക്ക് ചെയ്ത് ഡ്രൈവർ ഒരു ചായ കുടിക്കാൻ പോയതായിരുന്നു. ഡ്രൈവർ വന്നു, ഡോർ തുറന്നു. ഒരുപാട് ആൾക്കാർ കയറാനുണ്ടെങ്കിലും എല്ലാവരും ക്ഷമയോടെ നിന്ന് ക്യൂ പാലിച്ചാണ് ബസ് കയറിയത്. ഞങ്ങളുടെ യാത്രയ്ക്ക് ഈ ഒരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ ബസ്സിൻ്റെ അപ്പർ സ്റ്റെയറിലാണ് ഇരുന്നത്. തിരക്കൊന്നുമില്ലായിരുന്നു, നല്ല വൃത്തിയായിരുന്നു. ബസ് മൊത്തം നല്ല നീറ്റായിട്ട്. അങ്ങനെ റെഡിങ്ങിൽ നിന്ന് പതിയെ ബസ് എടുത്തു തുടങ്ങി. ഇത് റെഡിങ് സെൻറ്ററിലുള്ള കുറച്ച് കെട്ടിടങ്ങളാണ്. ഈ ബസ് ഇപ്പോൾ പോകുന്നത് വോക്കിംഗ്ഹാമിലേക്കാണ്. ഇടതുവശത്ത് കാണുന്നതൊക്കെ ബസ് സ്റ്റോപ്പുകളാണ്. ഇടതുവശത്ത് ഒരു അമ്പരചുംബിയ കെട്ടിടമുണ്ട്. പിന്നെ അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് റെഡിങ്ങിലെ റെയിൽവേ സ്റ്റേഷനാണ്. റെഡിങ് സ്റ്റേഷനാണ്. ഇവിടെ എലിസബത്ത് ലൈനും പിന്നെ നാഷണൽ റെയിലും ബാക്കി ട്രെയിൻസൊക്കെ ഉണ്ട്. വിവിധ തരത്തിലുള്ള ബസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മഞ്ഞ, നീല, പച്ച, അതൊക്കെയാണ് റെഡിങ്ങിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ റെഡിങ്ങിൽ നിന്ന് ബസ് മൂവ് ചെയ്തു. വോക്കിംഗ്ഹാമിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ഇപ്പോൾ. റെഡിങ്ങിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. ബസ് കുറച്ചേറെ മുന്നോട്ട് പോയി. ഇന്നൊരു തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. വിൻ്റർ ആണെങ്കിലും കുറച്ച് വെയിലൊക്കെ ഉണ്ട്. ഈ ഭാഗത്തെ വീടുകളുണ്ടോ? ഡിറ്റാച്ച്ഡ് അല്ലെങ്കിൽ സെമി ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ്. ഇപ്പോൾ കുറച്ച് ട്രാഫിക്കിൽ പെട്ട് നിൽക്കുകയാണ്. സംഭവം ദൂരോട്ട് കുറച്ച് അപ്പുറത്തേക്കായിട്ട് റോഡ് പണിയോ എന്തോ മെയിൻ്റനൻസ് പരിപാടി എന്തോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ലൈനാണ് ഇപ്പോൾ ട്രാഫിക്ക്. പക്ഷേ എന്ത് അച്ചടക്കത്തോടെയാണ് ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നത് നോക്കും. ആർക്കും ഇടയിൽ കുത്തിക്കയറ്റണ്ട, ഞെരുക്കണ്ട, ബഹളം ഉണ്ടാക്കണ്ട, ഒരു ഹോൺ പോലും അടിക്കില്ല. ഇവിടെ എന്തോ ഒരു പണി നടക്കുന്നതുകൊണ്ടാണ് ഒരു ലൈനിലേ ഇത്രയും ഭാഗത്ത് വണ്ടി പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലൈനിൽ നിന്ന് വണ്ടി വിട്ടിട്ട് പോകാനായിട്ട് കാത്തു നിൽക്കുന്ന വണ്ടികളുടെ നിരയാണ് നിങ്ങൾ ഈ വലതുവശത്ത് കാണുന്നത്. നമുക്ക് ഒരു ഹോണടി പോലും ഇല്ല. ഇവിടെയുള്ള ആൾക്കാരെല്ലാം ആരോഗ്യമൊക്കെ നോക്കുന്നത് വളരെ കേമന്മാരാണ്. അവർ റെഗുലറായിട്ട് ഓടാൻ പോകും, വ്യായാമം ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ 1-2 പേര് ഇപ്പം ഈ തിരക്കിനിടയിൽ ഓടുന്ന. ഇതേ കാണുന്നൊരു മഞ്ഞ പെട്ടി കണ്ടോ? അതാണ് ഇവിടുത്തെ സ്പീഡ് ക്യാമറ. നമ്മുടെ നാട്ടിലെ AI ക്യാമറ പോലത്തെ ഒരു സംഭവം. അപ്പം എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തി. ഈ സ്റ്റോപ്പിൻ്റെ പേരാണ് എഴുതി കാണിച്ചത്. ഞാൻ പതിയെ ഇറങ്ങി. ഇതേണ്ടേ നമ്മളെ കൂടെ കയറി നായ്ക്കുട്ടി ഇപ്പോഴും ബസ്സിലുണ്ട്. താങ്ക് യു. അങ്ങനെ ഡ്രൈവർക്കൊരു താങ്ക്സ് പറഞ്ഞ് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി. ഇതാണ് നമ്മൾ വന്ന ബസ്. നമ്മൾ വന്ന ബസ്സിൻ്റെ കളർ യെല്ലോ. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഗൂഗിൾ മാപ്പ് ഇട്ടു. എനിക്ക് പോവേണ്ട ഡെസ്റ്റിനേഷൻ വോക്കിംഗ്ഹാമിൽ എനിക്ക് പോവേണ്ട ഡെസ്റ്റിനേഷൻ ഞാൻ നോക്കി പതിയെ ഗൂഗിൾ മാപ്പ് നോക്കി നടക്കുന്നതാണ്. നല്ല പ്രദേശമാണ്. ഒരു ഇടുങ്ങിയ വഴിയൊക്കെയാണ്, ടാർ ചെയ്ത റോഡൊക്കെയാണ്. ഞാനൊരു കുറേ നാൾക്ക് മുമ്പ് ആഗ്രഹിച്ചൊരു സംഭവം, ഒരു ടീഷർട്ടാണ് ആക്ച്വലി. പക്ഷേ അതൊരു പ്രത്യേകത, എന്നെ സംബന്ധിച്ച് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ടീഷർട്ട് അത് സ്വന്തമാക്കാനായിട്ടുള്ളൊരു പോക്കാണ്. അപ്പം ഈ ഇടുങ്ങിയ വഴി കൂടെയൊക്കെ നടന്നതിന് മുകളിൽ കൂടെ റോഡാണ് പോകുന്നത്. ഇങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന പോക്കാണ്. അപ്പം മാപ്പ് നോക്കിയപ്പം എൻ്റെ ലൊക്കേഷൻ എത്താറായെന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടാൽ ഞാൻ എന്ത് സംഭവം സ്വന്തമാക്കാനായിട്ടാണ് ഈ യാത്ര ചെയ്ത് പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഞാൻ സ്ഥലത്തെത്താറായി. ഇനിയുള്ള യാത്ര കാറിലാണ്. കാറിൽ എനിക്ക് എൻ്റെ കൂടെ ഒരു യാത്രികനുണ്ട്. അദ്ദേഹം പറയുന്നതും നിങ്ങൾക്ക് കേൾക്കാം ഈ വ്ളോഗിൽ. ഈ വോക്കിംഗ്ഹാമിനെ പറ്റിയൊക്കെ അദ്ദേഹം നമ്മളോട് വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. Okay, nice. Being played here. These are all football grounds. That's a walking taker. Yeah.
So this town has got some of the best sports facilities. Nice. They're playing hockey here. Okay, yeah. This town has got the best facilities. And then you can go walking here. Look, people are coming from the front. Front, yeah. Lovely country lanes. Yeah, country Tennis courts here. Look, Oh, tennis tennis courts. court. Here. People playing tennis at the Tennis. front. It's all like a package. The town has got the best. This hotel? Kentley House Hotel. Kentley House. Kentley. Yeah. Nice place. So I'll just take you through the town as well, so you can quickly Thank you. have a look. Thank you. It's very, very small town. See this old building as well. That can't be touched. as well. This one, It's right? So close to the road. This one. Yeah, this one. The town center. Oh, nice. So you're actually now in the town center. Just center. imagine. Cleansy. Yeah. Even not a Beautiful single. restaurants. Beautiful. Yeah. Even not a single paper on the floor. No. Got beauty. They have this Saturday market here. Saturday market. Yeah. Only bank left in the whole town. Only one. Yeah. HSBC. So this is it. That's the town. That's town. To the end over there. That's the end of it. There is Town. one little street going there straight. അങ്ങനെ വോക്കിംഗ്ഹാമിൽ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങൾ തിരിച്ച് റെഡിങ്ങിലെത്തി. ഇത് റെഡിങ്ങിലെ റോയൽ ബെക്ഷർ ഹോസ്പിറ്റലാണ്. NHS ഹോസ്പിറ്റലാണ്. NHS ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഹോസ്പിറ്റൽ പേര് ചിലപ്പം അറിയായിരിക്കും. വോക്കിംഗ്ഹാമിൽ നിന്ന് ഞാനൊരാളെ കാണാനാണ് പോയത്. അദ്ദേഹത്തിൽ നിന്നൊരു സാധനം വാങ്ങാനായിട്ടാണ് പോയത്. തിരിച്ച് അദ്ദേഹം എന്നെ റെഡിങ്ങിൽ ഡ്രോപ്പ് ചെയ്ത് തന്നു. അങ്ങനെ ഞാൻ റെഡിങ് തിരിച്ചെത്തി. ഇനി ഞാൻ എന്ത് വാങ്ങാനാണ് പോയെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ് ആൻഡ് സി. അപ്പോൾ ഞാനേ എന്തിന് വോക്കിംഗ്ഹാം വരെ പോയി എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ. ഞാൻ പോയതല്ലേ നിങ്ങൾ കണ്ടുള്ളൂ. അപ്പോൾ എന്തിനാണ് പോയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. To get this എന്ന് പറയുന്നത് കണ്ടോ, 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേഴ്സിയാണ്. 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജേഴ്സി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി. ഇത് വാങ്ങാനായിട്ടാണ് ഞാൻ പോയത്. ഇതെനിക്ക് ആക്ച്വലി വോക്കിംഗ്ഹാമിലൊരു ആൾ തന്നതാണ്. ആളുടെ കയ്യിൽ ജേഴ്സിയും പിന്നെ നമ്മുടെ ഫ്ലാഗ് പോലത്തെ ഇതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കളക്ഷനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് വലിയൊരു ക്രിക്കറ്റ് ആരാധികയായിരുന്നു. അപ്പോൾ അവർ ഈ 2003 വേൾഡ് കപ്പ് കാണാൻ പോയപ്പം ബേസിക്കലി ഫ്രം കെനിയ. സോ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്, കെനിയയിൽ നിന്നുള്ളവരാണ്. അപ്പോൾ 2003 വേൾഡ് കപ്പ് കാണാൻ പോയപ്പം അവർ മേടിച്ചാണത് സ്റ്റേഡിയത്തിൽ നിന്ന്. പക്ഷേ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ബ്ലാക്ക് സ്ട്രൈപ്പ് ഇല്ല, ബ്ലാക്ക് ഡിസൈൻ ഇതില്ല, ഈ ജേഴ്സിയിലില്ല. ഇത് ഒറിജിനൽ ജേഴ്സി അല്ല, പക്ഷേ ഇത് 23 കൊല്ലം മുമ്പുള്ള നമ്മൾ ആ ക്രിക്കറ്റ് മെമ്മറീസ് 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ മെമ്മറീസൊക്കെ ഉള്ള ജേഴ്സിയാണ് എന്തായാലും. ഞാനേ ഈ ജേഴ്സി നേടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ 2003 ക്രിക്കറ്റ് വേൾഡ് കപ്പിൻ്റെ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. 2003 വേൾഡ് കപ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കളർ ഡിസൈനും കൂടി ഇവിടെ ഉണ്ട്. ഇത് ശരിക്കും ആ ഡിസൈൻ ഇല്ല, പക്ഷേ ഇതാ സമയത്തുള്ള ജേഴ്സിയാണ്. എനിക്ക് ഈ ജേഴ്സി തന്ന ആളിൻ്റെ വൈഫ് ഭയങ്കര ക്രിക്കറ്റ് ഫാനായിരുന്നു. അപ്പം ഈ മാച്ച് കാണാനായിട്ട് അവർ ബേസിക്കലി ഫ്രം കെനിയ, ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആൾക്കാരാണ്. അപ്പം ഈ മാച്ച് കാണാൻ പോയപ്പം ഈ ജേഴ്സി മേടിച്ചാണ്. പക്ഷേ ഇത് അൺടച്ച്ഡാണ്, അവർ യൂസ് ചെയ്തിട്ടില്ല. ഒരെണ്ണം എക്സ്ട്രാ ആയിട്ട് അവരുടെ കയ്യിലിരുന്നതാണ്.
അതിപ്പം ഇങ്ങനെ അവർ വിചാരിച്ചു ആർക്കെങ്കിലും ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടു. അപ്പം ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് എനിക്ക് അങ്ങനെ അവർ തരാനേറ്റു. ഞാനിന്ന് അവിടെ പോയി വോക്കിംഗ്ഹാമിൽ പോയി ഇത് മേടിച്ചു. അപ്പം ഇങ്ങനെ ഒരുപാട് കാത്തിരുന്ന ഒരു എന്താ പറയുന്ന സംഭവമാണ്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ്. അന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു 8-9 വയസ്സുള്ള സമയത്ത് അന്നിതായിരുന്നു ആ ഡിസൈൻ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ജേഴ്സി ഡിസൈൻ. സഹാറ എന്നും കൂടെ എഴുതിയിരിക്കും സ്പോൺസേഴ്സിൻ്റെ നെയിം. ഈ ജേഴ്സി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അതിപ്പം 23 വർഷങ്ങൾക്ക് ശേഷം എനിക്കത് സ്വന്തമാക്കാൻ പറ്റി. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആമസോണിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ അത് ഇപ്പോൾ ഉള്ള ന്യൂലി മെയ്ഡ് ആ ഒരു ഡിസൈൻ വെച്ച് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഇത് പക്ഷേ ആ പഴയ ആ സെയിം സംഭവം. അപ്പം ഇന്നത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം ഞാൻ വിചാരിച്ചത് പോകുമ്പോൾ വോക്കിംഗ്ഹാമിലോട്ട് പോകുമ്പോൾ ഒരു വ്ളോഗ് ചെയ്യാം, വീഡിയോ ചെയ്യാമെന്നൊക്കെ കരുതി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.